வெரி பெஸ்ட் படம் நாட் இன்ட்ரெஸ்ட் நோ திருப்பி எங்கே இருந்தது சுந்தர்சி படம்னா நம்ம ரொம்ப இன்ட்ரெஸ்ட் பண்ணி ரொம்ப நல்லா பார்ப்போம். சுந்தர்சி படம் தான் விரும்பி வருவோம். அதுவும் ஆஃப்டர் 14 years வடிவேல் சுந்தர்சி காம்பினேஷன். தலைநகரம் ரொம்ப சூப்பர் உண்மையில் சுந்தர்சி படம் எப்படி இது நல்லா இருக்கும். பட் இந்த படம் எல்லாருமே தலைநகரம் அப்படி விசாரிச்சோம். அதுக்கு இதுக்கு ஏற்றி வச்சா கூட எட்டாது. அது வந்து ரொம்ப ஐயாது. ஆமாம், அது வேற இல்லை. நான் ஜெயிலுக்கு போகிறேன் அதெல்லாம் காமெடிலாம் செம்ம இது. ஆமாம், நாய் சேகர் அதெல்லாம் அடிக்க முடியாது. பட் ഇത് വെരി ഫസ്റ്റ് പടം കാര്യമൊന്നുമില്ല. നമ്മുടെ പഴയൊരു തലനഗരം എന്ന് പറഞ്ഞിട്ടൊരു കോംബോ ഉണ്ടായിരുന്നല്ലോ സുന്ദർസിയും. അങ്ങനെ ഇത് മറ്റൊരു മലയാള സിനിമയുണ്ട്, മറ്റേ സപ്തമശ്രീ തസ്കരഹ, അതിൻ്റെ ഒരു റീമേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പൊടുപ്പുന്നെങ്കിലും കുറച്ച് കമേഴ്ഷ്യൽ എലമെൻ്റ് ഒക്കെ കയറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടൊരു സംഭവം. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ല. പിന്നെ ആ ഒരു ഞാൻ വീട്ടിലൊരു കോംബോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫണ്ട് നമ്മൾ, പക്ഷെ അത്ര ഒന്നുമില്ല പടത്തിൽ, ഒന്നുമില്ല. പുള്ളിക്കാരൻ്റെ ഒരുപാട് കോമഡി എന്താ ഗെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ലേഡി ഗെറ്റപ്പ് പോലെയൊക്കെ. ആ ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സുന്ദർ സിങ്ങിൻ്റെ പടങ്ങളിൽ പൊതുവെ അറിയാമല്ലോ, ഇപ്പോൾ കളർഫുൾ ആയിരിക്കും, പിന്നെ കുറച്ച് ഇതേപോലെ ഗെറ്റപ്പ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രത്യേകിച്ച് ഇതിൽ കഥാപരമായിട്ടും അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ അങ്ങോട്ട് കോമഡി ആളിപ്പോഴും പണ്ടത്തെ സ്റ്റൈലാണ്. പണ്ടത്തെ സിനിമകളിലെ ഫണ്ണും ആ ഒരു ശൈലിയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫണ്ണും അത് വർക്കൗട്ട് ആവില്ലല്ലോ ഇപ്പോൾ ആ ഒരു ഇത്. ഇനിയിപ്പം ഈ കോമഡി റോൾസ് ഒന്നും വടിവേലുവിനെ കൊണ്ട് പറ്റത്തില്ല. പുള്ളി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ ഇതുപോലെയാണ്. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല അതിൽ. അപ്പം അതൊരു എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ആ ഒരു ഇത്. 2 മണിക്കൂർ എൻജോയ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുന്ദർ സിങ്ങിൻ്റെ പടങ്ങൾ അറിയാമല്ലോ, ഇത് എന്താ പഴയ രീതിയിലുള്ള ഫണ്ണും കാര്യങ്ങളും അതേ ടെംപ്ലേറ്റിൽ വരുന്ന സാധനമാണ്. അപ്പോൾ നമുക്കങ്ങനെ വലിയ എൻഗേജിങ് ആയിട്ടും തോന്നിയില്ല. 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ മലയാളം മറ്റേ സപ്തമശ്രീ തസ്കര അതിൻ്റെ ആ ഒരു തന്നെ ടെംപ്ലേറ്റ് തന്നെയാണ് സംഭവം. അത് ഇതിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് കമേഴ്ഷ്യൽ എലമെൻറ്റും കുറച്ച് ഫണ്ണൊക്കെ ചേർത്തിട്ട് ആ സുന്ദർ സിങ്ങിൻ്റെ സ്റ്റൈലിൽ ഇത് ഇറക്കിയത്. കുഴപ്പമില്ല, നല്ല കോമഡി. എല്ലാ പടത്തിലെ കോമഡി പോലെ അതുപോലെ തന്നെ കുഴപ്പമില്ല, കാണാം ഒരു തവണ. വടിവേൽ കുഴപ്പമില്ല, കോമഡി തന്നെ പടം മൊത്തം, ബോറില്ല, ഒരു തവണ കാണാം. ഒരു പഴയ പടം ഉണ്ടല്ലോ തലനഗരം എന്ന് പറഞ്ഞിട്ട്, അതുപോലെയൊക്കെ വന്നോ? ഇല്ല, അതിൻ്റെ ടച്ച് ഒന്നുമില്ല, പുതിയ കഥ തന്നെ, കുഴപ്പമില്ല. വീണ്ടും കോമഡി അങ്ങനെ തോന്നില്ല, പടം കൊള്ളാം, ഒരു വിധം കാണാം. ആക്ടിങ് ഒക്കെ കൊള്ളാം. ഡയറക്ടറാണല്ലോ ഇതിൻ്റെ തന്നെ, പുള്ളി തന്നെ മെയിൻ നായകൻ. കോമഡി മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, പടം കാണാം. വടിവേൽ ഒരുപാട് വേഷത്തിലൊക്കെ ഉണ്ടല്ലോ, പെൺവേഷത്തിൽ ഒരുപാട്. അത് തന്നെ, പടം മൊത്തം കോമഡി തന്നെ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ബോറില്ല, പടം കാണാം. കുഴപ്പമില്ല അല്ല കോമഡി അല്ല, കോമഡി വടിവേലൊക്കെ സമയം കഴിഞ്ഞ് ഏജ് ആയില്ലേ. ഒരുപാട് സാരി ഗെറ്റപ്പ്, ഒരുപാട് ഗെറ്റപ്പിലൊക്കെ ആയിരുന്നല്ലോ, എങ്ങനെയുണ്ട്? കോമഡി ആയിരുന്നോ അതാ? അല്ല, അങ്ങനെയല്ല, ഏജ് കഴിഞ്ഞില്ലേ, അതിൻ്റെ കാറ്റഗറി കഴിഞ്ഞ്. ഇനി അയാൾ വല്ല വേറെ ക്യാരക്ടറിലല്ല. അങ്ങനെ കോമഡി പറ്റത്തില്ല. സുന്ദർ സിയുടെ സ്ഥിരമുള്ള കുഴപ്പമില്ല. നമ്മൾ ഒരു കാലത്ത് രസിച്ച് കണ്ടിരുന്ന ആ ഒരു കോമഡി ഇതൊന്നും പറ്റുന്നില്ല. ഏജ് കൂടിയില്ലേ, ഏജ് ആകുമ്പോൾ എല്ലാവർക്കും ഉള്ള പാദം തന്നെ മാറ്റി ചിന്തിക്കണം. வடிவேலோட சூப்பராக இருக்கு. எப்படி இருக்கு அந்த தலைநகரமாரேக வந்திருக்கா? அதோட நல்லா இருக்கு, நல்லா இருக்கு. எப்படி இருந்து சுந்தர்சியோட அந்த டைரக்ஷன்? சூப்பர். ஆமாம், ஹீரோ வீண்டும் சுந்தர்சி வராரு. எப்படி சுந்தர்சி வீண்டும் ஹீரோவா வராரு, அப்போ எப்படி ஹீரோவா? ஆமாம், ஹீரோவா வராரு, சூப்பராக இருக்கு. நல்லா இருக்கு. பண்ண இருந்துச்சா? நல்லா இருந்துச்சு. இடைவேளைக்கு அப்புறம் நல்லா இருந்துச்சு. ഒരുപാട് ഗെറ്റപ്പിൽ, ലേഡി ഗെറ്റപ്പിലൊക്കെ വടിവേൽ. ஆமாம், சூப்பராக இருந்துச்சு. என்டர்டைன்மெண்ட்டாக இருக்கு. குடும்பத்தோட பார்க்க வேண்டிய எப்படி இருக்கு மூவி? எப்படி இருக்கு மூவி? நல்லா இருக்கு. நல்லா சிரிப்பு வந்துச்சா? ஆமாம் ஆமாம். வடிவேல் லேடி கெட்டப்பிலൊക്കെ இருந்துச்சு காமெடி. சூப்பராக இருந்துச்சு. எப்படி காமெடி ஓகே, பட் இட்ஸ் நாட் அப் டு த மார்க். വടിവേൽ സുന്ദർ സിംഗ് നല്ല കോംബോ തന്നെ, காம்போ ரைட்டு, பட் வடிவேல் ஆல்சோ நாட் பெர்ஃபார்மிங் குட். somewhat we can see, but what we have expected is not that. வடிவேலோட ஒரு கம்பேக்காக இருக்குமா? இதுக்கு முன்னாடி வடிவேல் கம்பேக் இஸ் ரொம்ப கம்மி. வடிவேல் கம்பேக்காக இருக்காது. பழைய காமெடி ஒன்றும் இல்லை படத்தில். பழைய காமெடி மாதிரி இல்லை, ரொம்ப நார்மல். படம் மொத்தத்தில் எப்படி இருக்குது? மொத்தத்தில் ஆவரேஜ். ஸ்டோரி ஏதாவது வீக்கா? ஸ்டோரி நல்லா இருக்குது, பட் ஸ்டோரி கொண்டு போன விதம் கொஞ்சம் போர் அடிக்குது. காமெடி ஆல்சோ கொஞ்சம் கம்மி தான்.
எக்ஸ்பெக்ட் பண்ண அளவுக்கு இல்லை. சார் இந்த தலைநகரம் மாதிரிയൊക്കെ வந்திருக்கு அந்த சுந்தர்சியோட தலைநகரம் மூவி இருக்கு அந்த மாதிரிയൊക്കെ தலைநகரம் தலைநகர் மாதிரி இல்லை. அவ்வளோ இருக்குல்ல. எஸ், ഒരുപാട് காமெடி ஒர்க் அவுட் ஆகாது. கொஞ்சம் இதுதான். சுந்தர்சி எப்படி இருக்கு அந்த இப்போ சுந்தர்சி இது பரவாயில்ல. பட் த ஸ்டோரி ஆஃப் டேக்கிங் இது வந்து கொஞ்சம் அந்த எதிர்பார்த்த அளவு இல்லை. எப்படி இருக்கு இப்போ அந்த சுந்தர்சியோட மேக்கிங்கை சுந்தர்சி சார் சொல்கிற அளவுக்கு இது கொஞ்சம் கம்மி தான். புதிய டெக்னிக்கோட இப்போ புதிய நோ டெக்னிக் அதெல்லாம் இல்லை. பட் சுந்தர்சி நாங்கள் எக்ஸ்பெக்ட் பண்ண அளவுக்கு இல்லை. ഒരു പഴയ ഒരു സുന്ദർശി ഒരു വടിവേല് കോമ്പോ തന്നെയായിരുന്നു. എങ്ങനെ തമാശയൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് ഗെറ്റപ്പിലൊക്കെ ഉണ്ടല്ലോ വടിവേല്. സൂപ്പറായിരുന്നു.